കണ്ണല്ല ഉറക്കം വന്നിരിക്കുക, ഉറക്കം തോന്നിയിരിക്കുക. എന്തൊരു പട്ടി ഉണ്ടായിരുന്നു. മുടി ചെയ്യാൻ പോയതാണ് ഞങ്ങളെ. ഹലോ മച്ചന്മാരെ, തുള്ളം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നമ്മളെ മറന്നു കാണും. ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ട്, ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇടാഞ്ഞെന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ഐസ് കംപ്ലൈൻറ്റും കുറേ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ച് അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു. ഇപ്പം എന്തായാലും ഞാൻ നാട്ടിലില്ല, ഇപ്പം ഞാൻ സൗദിയിലാണ്. എന്തായാലും ഇനിയുള്ള വീഡിയോസ് എല്ലാം ഇവിടുത്തെ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇപ്പം ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നൈറ്റ് പാലുമണ്ടിയിലാണ്. അപ്പോൾ അവിടുത്തെ അവസാനത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും വീഡിയോ ആയിട്ട്. അപ്പോൾ എന്തായാലും പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പോയി കണ്ടിട്ട് വാ. എൻ്റെ ലോകം. എടാ, ആരാ ഫോൺ അടിക്കുന്നുണ്ട്? എന്തിനാ കൈന്ന് കാണിച്ചടാ, കൈന്ന് കാണിച്ചു. കണ്ടോ ഗൈസ്, എൻ്റെ കൈയെല്ലാം എന്താ പറ്റിയടാ? കണിയാപുരം പോട്ടെ. ആ, നിനക്ക് കണിയാപുരം പോകാൻ ഇത്ര ഇതൊക്കെ അറിയാം. ചെറുക്കൻ അങ്ങനെ ലോഡ് പിടിക്കാമെന്നു. അങ്ങനെ നമ്മുടെ വണ്ടി വേണ്ട ഫസ്റ്റ് അല്ല, രണ്ടാമത് ലോഡ് പിടിക്കാൻ പോവുകയാണ്. ആദ്യത്തെ വണ്ടി അങ്ങ് പോയി. അങ്ങനെ ലോഡും എടുത്ത് നമ്മുടെ വണ്ടി കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അടുത്ത വണ്ടിയെല്ലാം ലോഡ് പിടിക്കാൻ അവിടെ വരുന്നുണ്ട്. പുറത്തുനിന്ന് ഓർഡർ എഴുതി മേടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് ഇറങ്ങാം. നമ്മുടെ ചെറുക്കൻ്റെ കൂടെയുള്ള അവസാനത്തെ യാത്ര എൻ്റെ കമ്പനിയിൽ. എൻ്റെ സെയിൽസ്മാൻ എത്തിയിരിക്കുന്നത്. ജേഴ്സി ഒന്നും വേണ്ട, ഞങ്ങളെന്നാ പോയിട്ട് വരാം. വഴിയോ? നമ്മളെല്ലാം തുടക്കത്തിൻ്റെ ഇവിടെ നിന്നാണ് കാണിക്കേട്ട്. എൻ്റെ കുളങ്ങര അമ്മേ, ഞങ്ങളെന്നാ ഇവിടുന്ന് സ്റ്റാർട്ടാവുക കൊല്ലത്തോട്ട്. ഇന്ന് കൊല്ലം വർക്കല ഏരിയയിലോട്ട് ഞങ്ങൾ പോവുക. ഞങ്ങളുടെ പേടി സ്വപ്നമായ ഒരു വഴിയാണിത്. പ്രേതാലയം പോയി ഇവിടെ ഒന്നും ഇല്ല, എന്നാലും ഞങ്ങൾക്ക് പേടിയാണ് ഈ വഴി വരെ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേണ്ട മൊത്തം ഇതാ റബ്ബറും തോട്ടം. ഇവിടെ ഉള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ തെറി വിളിക്കും. ഇവിടെ ഒന്നും കാണത്തൊന്നുമില്ല, വല്ലാത്തൊരു ഏരിയ. ഈ സൈറ്റൊക്കെ ഉണ്ടോ? രാത്രി പോന്ന. ഇപ്പൊ സമയം എന്തുവാടാ? 12:30. സമയം 12. 2 മണി. 12 അല്ല, 2 മണി. ഇപ്പം കണ്ണനല്ലൂർ. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. അങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയാണ്. അതാണ് ഞങ്ങളുടെ കട, ചായക്കട. ഇവിടെ 2:30-3 മണി. ഇപ്പം കറക്റ്റ് 3 മണി. ഇത് നമ്മുടെ ബൈപ്പാസിന്, കൊല്ലം ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഇനി ഇവിടുന്ന് ഞങ്ങളൊരു സ്റ്റാർട്ടിങ് ഇല്ലടാ, വർക്കല. ഇനിയാണ് ഞങ്ങളുടെ പോയിൻ്റ്. പോയിൻ്റെന്ന് പറഞ്ഞാൽ ഇനി വൈബ് റൂട്ടാണ്.
കണ്ണല്ല ഉറക്കം വന്നിരിക്കുന്നേണ്ട ഉറക്കം വന്നിരിക്കുക. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാ. ഇനി നമുക്ക് വർക്കല റൂട്ട് കാണാം അല്ലേ? ഓക്കെ. പടിഞ്ഞാറ് ഇവിടെ എവിടെ എല്ലാടെ ഒരു പട്ടിയുള്ള മതിലിനെ മണ്ടയ്ക്ക് ഇരിക്കുന്നത്. ഇന്നില്ല. ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ഇന്നില്ല. ഓട്ടുണ്ട്. അശന്നെ അശന്നെ പോയ ഞാനിന്ന് നമ്മളെ റൂട്ടൊക്കെ കണ്ടോ. ഒരു ഇടുങ്ങിയ വഴിയായത്. കണ്ണാടിയൊക്കെ മുട്ടി മുട്ടിയില്ലെന്ന് പറഞ്ഞു. ഇതാണ് അടുത്ത പോയിന്റ്. ഈ വീട്ടിലാണ് ഇറക്കുന്നത്. ഇതാണ് താന്നിപ്പാലം. താന്നിപ്പാലം കേട്ടിട്ടുണ്ടോ എല്ലാവരും?
ആർക്കേലും ഈ സ്ഥലം വല്ലതും അറിയാമോ? മണ്ടയ്ക്കോട്ടാ റോഡ്. ആർക്കെങ്കിലും പറയാമോ? ഇവിടെ റൗണ്ട് പോലത്തെ സാധനമുണ്ട്. ആ മണ്ടയ്ക്കോട്ട് കിടക്കുന്ന വഴി ആർക്കെങ്കിലും പറയാമോ? ഈ സ്ഥലം കണ്ടിട്ട് പോലും ആർക്കും അറിയത്തില്ല. ആർക്കെങ്കിലും അവ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ കടമ്പ കഴിഞ്ഞ് അവസാനത്തെ പോയിന്റും എത്തി. ഇവിടെയും കൂടെ പാലിറക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകും. ഇത് നമ്മുടെ ഭൂതക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഭൂതക്കുളം ഇവിടെയും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പരിപാടി തീർന്നു. ഇപ്പം സമയം 5:30. വിളിച്ചോടാ. ഓക്കെ, നീ എന്ത് ഉറങ്ങുവാണോ? ക്ഷീണോ? അങ്ങനെ നമ്മുടെ പോയിന്റ് എല്ലാം തീർന്നു. ഞങ്ങളിപ്പം എവിടെ സ്ഥലം എവിടെടാ? കൊട്ടിയം ആകാറായി. ഒരു സ്ഥലത്ത് വന്നേ. നീ അവിടെ പോയി? ഓ, മുടി ചെയ്യാൻ പോയതാണ് ഗൈസ്. മുടി ചെയ്യാൻ പോയതാണ്. ഞങ്ങളെ എപ്പോഴെങ്കിലും പെട്ടെന്ന് കണ്ടോട്ടെ. ഞങ്ങൾ കണ്ടോ ഇന്നലെ രാത്രി? ചീപ്പൊന്ന് കാണിച്ച് പോടാ. വാ, ചായ കുടിക്കാം. നമ്മളെയാണോ? നമ്മളെയല്ല, ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ എൻ്റെ അവസാനത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞു. ഇനി എന്തായാലും പറയാൻ പറ്റുന്നില്ല. എന്താടാ ഇനി നാളെ മുതൽ നീ ആരോടെ പോകും? നമ്മളെ ചെറുക്കനെ മാത്രം തിരുമ്പി. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് കമ്പനിയിലേക്ക് പറയണ്ടേ? കണ്ടില്ലേ മുഖത്ത് ചന്ദനമൊക്കെ തൊട്ട്. ഇനി അങ്ങോട്ട് കളക്ഷൻ എടുക്കാനാണ്. കേട്ടില്ലേ? ഇനിയുള്ള ബസ് സ്റ്റോപ്പ് മൊത്തം കളക്ഷൻ എടുത്തായിരിക്കും. എന്താടാ എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഞാനിപ്പോൾ ഒരു പൊളി വ്യൂ കാണിച്ചു തരാം. നിങ്ങൾ അതൊന്ന് കണ്ടു. അങ്ങോട്ട് പോകും.
അവസാന ഓട്ടത്തിൻ്റെ അധ്യായം തീരാൻ പോവാണ്. അങ്ങോട്ട് നമ്മുടെ യാർഡിലോട്ട് കയറാൻ പോവാണ്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ചെറുക്കനായിട്ടുള്ള യാത്ര നമുക്ക് നമ്മുടെ യാർഡ് കാണിച്ചു പോകാം. എല്ലാവരും വണ്ടിയൊക്കെ കയറുന്നത് ഇതോടെ നമ്മുടെ ഡ്യൂട്ടി തീരാൻ പോവാം.